അച്ഛൻ അങ്ങനെ വെളിയിലൊന്നും ഇറക്കാറില്ല അമ്മേനെ. അച്ഛനാണ് കൊണ്ടുപോയി വരെയൊക്കെ ചെയ്യണം. അപ്പം അതുകൊണ്ട് അമ്മയ്ക്കൊരു ഫ്രീഡം ഇല്ല. അതാണ് ഇങ്ങോട്ടൊക്കെ ആൾക്കാരൊക്കെ വരുമ്പോഴേ അച്ഛന് പേടി എന്ന് പറഞ്ഞാൽ അമ്മ പോവെന്നുള്ള പേടി. സ്നേഹം കൊണ്ടിപ്പോൾ അങ്ങനെ അമ്മ പോവെന്നുള്ള പേടിയുണ്ട്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. തിരിച്ചങ്ങ് അമ്മയ്ക്കും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ ഞാൻ നാളെ അമ്മ ഹസീന വന്നില്ലെങ്കിൽ ഞാൻ ചാവും എന്ന് പറഞ്ഞോണ്ടിരിക്കും. കുറേ മിനിറ്റ് അച്ഛനെ വിളിച്ചിട്ട് നമ്മൾ കാര്യം പറഞ്ഞ അച്ഛാ അമ്മ വരുമെന്ന് പറഞ്ഞ് നാളെ അടിക്കാതൊക്കെ വരണേ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മക്കളെ അമ്മ വരൂ, നമ്മളിവിടെ വരുമോ, അത് അവൻ്റെ കൂടെ പോവൂ എന്ന് പറഞ്ഞു. ഇല്ല അച്ഛാന്ന് പറഞ്ഞു. ഇല്ല അച്ഛാ നമുക്ക് അമ്മ വരും, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ ഇത്രയും പേരില്ല, നമ്മളെ ഒറ്റയ്ക്കിട്ട് അമ്മ ചിലപ്പോൾ അച്ഛനടുത്ത് വല്ല അഴക്കാക്കി അതിൻ്റെ ഒരു ഇതിലായിരിക്കും പോയേ. നമസ്കാരം. നാലാഞ്ചിറയിലുണ്ടായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നിലവിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇതിന് പിന്നിലുള്ളത് എന്നത് നമുക്കൊക്കെ അറിയാം. പക്ഷേ അതിൻ്റെ ഒരു വ്യക്തത ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സാഹചര്യം നമുക്ക് മനസ്സിലാകുമ്പോൾ ഹസീനയുടെ മൂത്ത മകളാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ കേൾക്കുന്നുണ്ടല്ലോ ഉമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ഒക്കെ പറയുന്ന കാര്യങ്ങൾ. എന്താണ് ശരിക്കും ഉണ്ടായത് മോളെ? ഇവര് നേരത്തെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവരൊരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു, അടി വഴക്ക് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ വലുതായിട്ട് അടി പിടിയൊന്നും ഇല്ല. വാക്ക് തർക്കമൊക്കെ ഉണ്ട് അങ്ങനെ തമ്മിൽ. പക്ഷെ കഴിഞ്ഞ മാസം മുതൽ അമ്മയുടെ പെരുമാറ്റമൊക്കെ മാറ്റമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കിയില്ല. നമ്മുടെ കൂട്ടുകാരൻ്റെ കാര്യം നമുക്കൊക്കെ അറിയായിരുന്നു. അവൻ്റെ പേര് ഹരി എന്നാണ്. അവൻ്റെ കാര്യമൊക്കെ നമുക്ക് അമ്മ പറഞ്ഞെല്ലാം മനസ്സിലാക്കി എല്ലാം അറിയാം. അച്ഛനടുത്ത് പറയില്ലെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ പ്രശ്നമാകും, അച്ഛന് ഇച്ചിരി സംശയരോഗം ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ വലുതായിട്ട് അടിയാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. അങ്ങനെ എല്ലാവരും സംസാരിച്ച് അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ 30-ാം തീയതി അമ്മ ഇറങ്ങിപ്പോയി. നമ്മൾ അറിഞ്ഞില്ല. അച്ഛൻ പെട്ടെന്നൊന്ന് എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണക്കി അമ്മ പോയടി മെസ്സേജ് ഇട്ടേന്ന് പറഞ്ഞു. അമ്മ അച്ഛന് ടെൻഷൻ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് എവിടെ പോയി കാണും, അവർ വീട്ടിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ പോയില്ല, അപ്പച്ചി വീട്ടിൽ പോയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്ക് ഡൗട്ട് നേരെ അവൻ്റെ അടുത്താണ് പോയത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ നാളുകൊണ്ട് പെരുമാറ്റവും എല്ലാം എന്ന് പറഞ്ഞാൽ അമ്മ നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന രീതി എല്ലാം മാറി വന്നു ഒരാഴ്ച കൊണ്ട്. മോള് ചോദിച്ചായിരുന്നു അമ്മയോട് എന്താ സംഭവിക്കുന്നെന്നുള്ളത്? അമ്മ ചോദിച്ചില്ല. അമ്മയുടെ നമ്മൾ ഇങ്ങോട്ട് നമ്മൾ ഫ്രണ്ടായിട്ടൊരു രീതിയായിരുന്നു പറഞ്ഞു, ചങ്ക്സ് എന്ന് പറയുന്ന രീതിയിലായിരുന്നു. പക്ഷെ അമ്മ വന്നൊന്നും അങ്ങനെ വലുതായിട്ട് അമ്മ സംസാരിക്കില്ല. ഞാനും വലുതായിട്ട് അമ്മ ഇങ്ങോട്ട് മിണ്ടാത്തോട് ഞാനും വലുതായിട്ട് അമ്മ എന്തായാലും എൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയുമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രശ്നമൊക്കെ അമ്മ ഇറങ്ങിപ്പോയി പേടിച്ചിട്ട് അനിയത്തിയും കൊണ്ടാണ് പോയത്. അതിനും ടെൻഷനായി നമ്മൾ നേരെ ഉമ്മയുടെ അടുത്ത്. ഉമ്മയടുത്ത് പറഞ്ഞത് ഉമ്മിക്ക് മനസ്സിലായി. ഉമ്മിക്ക് അറിഞ്ഞൂടാ ആരാണ് ഇത് അറിഞ്ഞൂടാ. ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛന് ടെൻഷൻ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പരാതി കൊണ്ട് കൊടുക്കുക, മിസ്സിങ് കേസിന് പരാതി കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. പരാതി കൊണ്ട് കൊടുക്കാൻ വേണ്ടി അങ്ങ് പോയി. അല്ല, പരാതി കൊടുക്കുന്നതിന് മുന്നേ അവിടെ അച്ഛൻ നേരെ പോയി വെള്ളം അടിച്ച് വീട്ടിൽ പോയി ടെൻഷൻ കൊണ്ട്. ഒരു ദിവസം നോക്കി നമ്മൾ 30-ാം നമ്മൾ പരാതി കൊടുക്കുക. അത് ഉണ്ടാതിരുന്നു. ഓരോ ദിവസം നമുക്ക് രാത്രി ഉറക്കമില്ല. അച്ഛൻ സംസാരമോടെ ഹസീനയില്ല, അതെനിക്ക് പറ്റില്ല, ഹസീന ഇല്ലെങ്കിൽ ഞാൻ ചാവൂ എന്നൊക്കെ പറഞ്ഞോട്ട് കരച്ചിലും ഞാനൊക്കെ കരഞ്ഞ്. എനിക്ക് ഉറക്കമില്ല. എൻ്റെ അടുത്ത് അമ്മ വരുമല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് എൻ്റെ അടുത്ത്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. തിരിച്ചങ്ങ് അമ്മയ്ക്കും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ ഞാൻ നാളെ അമ്മ ഹസീന വന്നില്ലെങ്കിൽ ഞാൻ ചാവും എന്ന് പറഞ്ഞോണ്ടിരിക്കും. അച്ഛൻ എന്താക്കിയാലും അച്ഛൻ സംസാരിക്കണം. അവിടെ ഉമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ അങ്ങനെ ടെൻഷൻ കൊണ്ട് അങ്ങനെ ചെറുതായിട്ട് ഉറങ്ങിയിട്ട് വീണ്ടും അച്ഛൻ വിളിച്ച് ഉണർത്തി തന്നെ. അച്ഛന് ആദ്യം കൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ ഉറങ്ങിയില്ല. പിന്നെ വെളുപ്പാൻ രാവിലെ ഉറക്കം എണീറ്റ് അച്ഛനെ വിളിച്ച് സംസാരിച്ച് എന്നോട് ചോദിച്ച് നമുക്ക് ഇങ്ങ് പോവാം, ഞാൻ എൻ്റെ കൂട്ടുകാരനെ നമുക്ക് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങ് പോയ ആളാണ്. അങ്ങനെ കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ കൂട്ടുകാരനാണ് ഫോട്ടോയൊക്കെ നമുക്ക് അയച്ചത്. അങ്ങനെ അറിഞ്ഞപ്പോഴും അച്ഛൻ ചെത്തുകൂടെ ഇതായിപ്പോയി. അവിടുത്തെ ബിയറും
എല്ലാം കൊണ്ട് വീട്ടിൻ്റെ വെളിയിൽ നിന്ന് കാറിനകത്ത് നിന്നാണ് എലി വിഷമൊക്കെ എടുത്ത് കഴിച്ചിട്ട് കയറി വന്നു. നമ്മൾ ചോദിച്ചാൽ അച്ഛൻ തീരെ ചെയ്യണം. ആദ്യം പറഞ്ഞ് കഴിച്ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇല്ലടാ മക്കളെ കഴിച്ചില്ല, പറ്റിച്ചതാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അകത്ത് കയറി അതിരുന്ന് പോട്ടെ അച്ഛാ, ഇപ്പം നമുക്ക് ഗ്യാസ് കൊണ്ട് കൊടുക്കാം, ഇവിടെ കണ്ട മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഗ്ലാസ് കൊണ്ടുവന്ന് അനിയൻ്റെ അടുത്ത് പറഞ്ഞ് ഗ്ലാസ് എടുത്തുകൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഗ്ലാസ്സിൽ ഇരിക്കുന്ന വിഷം. മുളക് കണ്ടിട്ട് പിടിച്ചു വാങ്ങിച്ചപ്പോൾ അച്ഛൻ പിടിച്ചു വെച്ച് അച്ഛൻ അതിലൊഴിച്ച് കുടിച്ച്, വീണ്ടും കുടിച്ച് ഇത് കളഞ്ഞപ്പോൾ നമ്മൾ ആ ഗ്ലാസ് പിടിച്ചു വെച്ചിട്ട് നമ്മൾ കൊണ്ട് കഴുകി. പിന്നെ അതിൻ്റെ അകത്ത് വല്ല വിഷം ഇരിക്കണമെന്ന് പോയി നോക്കിയപ്പോൾ ഒരു പാക്കറ്റും കൂടെ ഇരിക്കട്ടെ. അതും കൊണ്ട് കളഞ്ഞിട്ട് നമ്മളത് കഴുകിയിട്ട് നമ്മൾ ആശുപത്രി കൊണ്ടുപോകാമെന്ന് മാമ വന്നപ്പോൾ മാമ പിടിച്ച് വലിച്ച് പറഞ്ഞില്ല, ഒരു നടക്ക് രക്ഷപ്പെടാൻ പറഞ്ഞില്ല. അപ്പം നമുക്ക് അങ്ങനെ നമ്മൾ വിചാരിച്ച് ഇനി ഗ്യാസ് കൊണ്ടെടുത്ത് അമ്മയെ വരുത്തിക്കണം എന്നാലേ പറ്റുള്ളൂ വിചാരിച്ചു. അങ്ങനെ നേരെ എന്തിനു ചെയ്ത് നമുക്ക് പോകാൻ വേണ്ടി ഇരുന്നപ്പോൾ അച്ഛൻ നേരെ ഗിയർ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വന്നിട്ട് ഭയങ്കരമായിട്ട് ഛർദ്ദിച്ച്. നമ്മളതും വൃത്തിയാക്കിയിട്ടാണ് നേരെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു നമ്മളിനി വരൂല, നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പറഞ്ഞത്, അച്ഛൻ അങ്ങോട്ട് വരണം, നമ്മൾ ഗ്യാസ് കൊണ്ട് കൊടുത്തിട്ട് നേരെ ഇനി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിനി വന്നു. എന്നിട്ട് നേരെ ഗ്യാസ് കൊണ്ട് കൊടുക്കാൻ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മിസ്സിങ് ഗ്യാസ് ആണെന്ന് പറഞ്ഞ് കൊടുക്കാണ്ടിരുന്നപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെയാണ് മാറ്റങ്ങളുണ്ടാകുന്നു. ഫോട്ടോ ഒക്കെ കിട്ടി. ആളെ നമ്പരെ വിളിച്ചപ്പോൾ ആള് വിളിച്ച് നോക്കി. ഉമ്മയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരാനുള്ള കാരണം അച്ഛൻ സ്നേഹത്തോടെ ആയിരുന്നില്ലേ ഉമ്മയോട് പെരുമാറിയിരുന്നത്? സ്നേഹത്തോടെ പെരുമാറ്റം പറഞ്ഞാൽ അത് നേരത്തെയൊക്കെ ഭയങ്കര അടിയും വഴക്ക്, അത് സംശയത്തിലല്ല ഞാൻ അങ്ങനെയാണ് നോക്കിയിട്ടുള്ളത്. അച്ഛൻ അങ്ങനെ വെളിയിലൊന്നും ഇറക്കാറില്ല. അങ്ങനെ അച്ഛനാണ് കൊണ്ടുപോയി വരെയൊക്കെ ചെയ്യണം. അപ്പം അതുകൊണ്ട് അമ്മയ്ക്കൊരു ഫ്രീഡം ഇല്ല. അതാണ് ഇങ്ങോട്ടൊക്കെ ആൾക്കാരൊക്കെ വരുമ്പോഴേ അച്ഛന് പേടി എന്ന് പറഞ്ഞാൽ അമ്മ പോവുന്നുള്ള പേടി, സ്നേഹം കൊണ്ടപ്പോൾ അങ്ങനെ അമ്മ പോവുന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ അതിൻ്റെ കെയറിങ് അത് ഇപ്പുറത്തുള്ള ആർക്ക് മനസ്സിലായില്ല. അത് സംശയമാണെന്ന് വിചാരിച്ച് അച്ഛന് കെയറിങ് ആയിരുന്നു. അത് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ് കെയർ ചെയ്തുകൊണ്ട് നടന്നത്, അതുകൊണ്ടല്ല ഇങ്ങനെ പുറത്തുനിന്ന് ഞാൻ വിടാത്തോണ്ട് മനഃപൂർവ്വം അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മോള് പറഞ്ഞ് ഇയാളായിട്ട് ഉമ്മയ്ക്ക് എങ്ങനെയാണ് ഒരു സൗഹൃദം വരുന്നത്? അമ്മയുടെ കൂട്ടുകാരനായിരുന്നു, ഒപ്പം പഠിച്ച കൂട്ടുകാരനായിരുന്നു. അവൻ നമ്മൾ സംസാരിച്ചിട്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സംസാരിച്ചാൽ മാത്രമേ ഉള്ളൂ. പിന്നെ വീഡിയോ കോളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ നമ്മൾ കാണാത്തോണ്ട് അതിൻ്റെ വരാനും പറ്റില്ല. അച്ഛന് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ വരാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും വിചാരിച്ചിട്ട് നമ്മൾ പറഞ്ഞു വിട്ടു. പിന്നെ നമ്മുടെ പെരുമാറ്റമൊക്കെ മാറിയതുകൊണ്ട് നമ്മൾ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചില്ല. പിന്നെ അവിടെ പ്രശ്നം കഴിഞ്ഞ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ പരാതിയിൽ പരാതിയും ഫോട്ടോയും മിസ്സിങ് ആയ 2 പേരെ ഫോട്ടോയും കാണുമെന്ന് പറഞ്ഞു. അതെടുക്കാൻ പോയപ്പോഴേക്കും പോലീസിന് ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞ് മക്കളെ അമ്മേനെ വിളിച്ചിട്ട് കിട്ടി, 1-ാം തീയതി വൈകുന്നേരം വരുമെന്ന് പറഞ്ഞ് നമ്മളെല്ലാം പറഞ്ഞെല്ലാം മനസ്സിലാക്കി പറഞ്ഞെല്ലാം പരാതിയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. നമ്മൾക്ക് ഒരിതായി നമുക്ക് കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. പിന്നെ അച്ഛൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. അച്ഛൻ എലിവേഷൻ കഴിച്ചേക്കുമ്പോൾ അച്ഛൻ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു. കുറേ മിനിറ്റ് അച്ഛനെ വിളിച്ചിട്ട് നമ്മൾ കാര്യം പറഞ്ഞു. അച്ഛാ നമുക്ക് അമ്മ വരുമെന്ന് പറഞ്ഞ് നാളെ അടിക്കാതെയൊക്കെ വരണേ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മക്കളെ അമ്മ വരൂ, നമ്മളിവിടെ വരുമോ, അപ്പോൾ അവൻ്റെ കൂടെ പോവൂ എന്ന് പറഞ്ഞു. ഇല്ല അച്ഛാന്ന് പറഞ്ഞു. ഇല്ല അച്ഛാ നമുക്ക് അമ്മ വരും, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, നമ്മൾ ഇത്രയും പേരില്ല, നമ്മളെ ഒറ്റയ്ക്കിട്ട് അമ്മ ചിലപ്പോൾ അച്ഛനടുത്ത് വല്ല വഴക്കാക്കി അതിൻ്റെ ഒരു ഇതിലായിരിക്കും പോയേ, അവൾ വരും, നമ്മൾ സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചു. പിന്നെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് ഒരു കോള് വരണം, 7 മണിയൊക്കെ ആയപ്പോഴും അച്ഛൻ്റെ നിന്ന് കോള് വരണം. പേറുക്കട ഹോസ്പിറ്റലിൽ സുരേഷിൻ്റെ ആരാണെന്ന് ചോദിച്ചു. അങ്ങനെ മോളാണ്, പേറുക്കട ഹോസ്പിറ്റലാണ്, സുരേഷ് ഇവിടെ വന്നിട്ടുണ്ട്, എലിവേഷൻ കഴിച്ചിട്ടുണ്ട്, ആ വിഷം അടിച്ച് കളയാൻ വരണം, മെഡിക്കൽ കോളേജിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പേടിച്ചിട്ട് നേരെ ഇവിടെ നിന്ന് ആരും ഇല്ലാത്തത് നമ്മളങ്ങനെ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ആ പരിചയമുള്ള ആരും ചേട്ടനെ വിളിച്ചുകൊണ്ടാണ് പോയത്.
സാധനം വെച്ചുകൊണ്ട് അവർ പറഞ്ഞ് വണ്ടിയൊന്നും ഓട്ടിക്കാൻ പറ്റില്ല, ആളെ കൊണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ നിന്ന് എടുത്തുകൊണ്ട് നേരെ അങ്ങൊക്കെ പോയി ഇതെല്ലാം ചെയ്ത് സ്കാനൊക്കെ ചെയ്തിട്ട് അച്ഛൻ അവിടെ ഇരിക്കണമെന്ന് നിൽക്കണം, മൂക്കിലിടണമെന്നൊക്കെ പറഞ്ഞു. നേരത്തെ വിഷം കഴിച്ചിട്ടുള്ള ആളാണ്, അതുകൊണ്ട് വായിക്കൂടെയാണ് അടിച്ച് കളഞ്ഞിട്ടുള്ളത്. ഇതിപ്പം മൂക്കിൽ കൂടെ ഇടണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വലിച്ചൂരിയിട്ട് ഓടിയൊക്കെ വന്ന് ഇവിടെ വീട്ടിൽ വന്ന് നമ്മൾ കാര്യം ഇരുന്ന് സംസാരിച്ചു. 2 മണി വരെ ഇരുന്ന് സംസാരിച്ചു. അച്ഛാ പറഞ്ഞാൽ മനസ്സിലാക്കി, നമുക്ക് പറഞ്ഞല്ല, അമ്മ വരുമെന്ന് പറഞ്ഞല്ല, നമുക്ക് അമ്മയടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയപ്പോഴേക്കും അച്ഛനും വെപ്രാളം തുടങ്ങി. അങ്ങനെ അച്ഛൻ തന്നെ വണ്ടി ഓട്ടിച്ച് നമ്മൾ ഇത്രയും പേരെയും കാറും കൊണ്ട് നമ്മൾ അങ്ങ് പോയി അവിടെ എവിടെയൊക്കെ കൊണ്ട് ഒതുക്കിയിട്ടിട്ടുണ്ട്. ആരൊക്കെ ഉണ്ടായിരുന്നു? 4 മക്കളാ? ഞാനും എൻ്റെ 2 അനിയന്മാരും ഉമ്മിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇളയ നാളില്ല നമ്മളോട്, അമ്മയുടെ കൂടെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു ആദ്യം അച്ഛൻ്റെ ഒരു ഇതും കൊണ്ട് നമ്മൾ വീണ്ടും പോയപ്പോൾ അവർ പറഞ്ഞ് ആ OP എല്ലാം കൊണ്ട് കൊടുത്തു കളഞ്ഞ്, നിങ്ങൾ വരാത്തെന്താ അങ്ങനെയാണ് ഇങ്ങനെ മറിച്ച് കിടന്നൊക്കെ പറഞ്ഞ് അവിടെ നമുക്ക് ഒരു പ്രശ്നമൊക്കെ ആയി. പിന്നെയും വീണ്ടും OP ടിക്കറ്റ് എടുത്ത് വീണ്ടും എല്ലാം ചെയ്ത് ഒരു വഴിയായി. നമ്മൾ പൈസ എല്ലാം തീർന്നു. പിന്നെ ഇരുന്ന പൈസയ്ക്ക് അവിടെ നിന്ന് നമ്മളിതെല്ലാം ചെയ്ത് കൊണ്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് 3 ദിവസം കിടക്കേണ്ടി വരുമെന്ന്. ആ വാശിക്ക് ഇറങ്ങിപ്പോയതിൻ്റെ വാശിക്ക് അവർ 3 ദിവസം വീണ്ടും കടത്തി. അച്ഛനത് പറ്റൂല. അച്ഛന് അമ്മ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇതിൽ അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് അച്ഛൻ വരേണ്ട ആവശ്യമില്ല എന്ന് പോലീസ് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, എനിക്ക് അസീനെ കാണണം, അസീനത്ത് മിണ്ടണം, എനിക്ക് ഇത്രയും ദിവസം ഞാൻ പിടിച്ചിരുന്നു, എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്.